പ്രിയമുള്ളവരെ, ലോകത്തിൽ ഇന്ന് വരെ എത്ര മോസ്കുകൾ, അതായത് മുസ്ലിം പള്ളികൾ ചർച്ചുകളാക്കി മാറ്റിയിട്ടുണ്ട്, ക്രൈസ്തവ ദേവാലയങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഇങ്ങനെ പരിശോധിക്കുവാൻ എനിക്ക് കിട്ടിയ ഈ ഒരു വിഷയം ടൗസി ടി വി എന്ന ഒരു ചാനൽ നമുക്കറിയാം. ആ ചാനലിൽ വന്ന ഒരു വാർത്തയാണ്. അതിനകത്ത് കാണുന്നത് ചർച്ച് ബ്ലോക്ക് ഇസ്ലാമിസം. ഇന്നിപ്പോൾ UK-യിൽ ചർച്ചുകളൊക്കെ തന്നെ ഇസ്ലാമിസ്റ്റുകളെ ബ്ലോക്ക് ചെയ്യുന്നതായ ഒരവസ്ഥയാണ് കാണുന്നത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഫൈനലി സ്റ്റാർട്ട് ഫൈറ്റിംഗ് ഇസ്ലാമിസം. ഈ അടുത്ത കാലത്തായി ഇസ്ലാമിസത്തിനെ, അതായത് ഇസ്ലാമിനെതിരായി സംഘം ചേർന്ന് സമരം ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് നമുക്ക് ലണ്ടൻ തെരുവിലും അതുപോലെ UK-യുടെ മറ്റ് പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. നാം ദൈനംദിനം ഇത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ അടുത്തിടെ വന്നൊരു ന്യൂസ് ഞാൻ വായിക്കാം. Just days ago, a council had granted a Muslim charity planning permission to convert St. John's Church in Hanley, Stoke-on-Trent, into a place of Islamic worship. 34 people wrote in support of the conversion with 28 objecting. അപ്പോൾ ഇവിടെ ഈ നിലവിലുള്ള ചർച്ചുകളെ മുസ്ലിങ്ങൾക്ക് അവരുടെ മോസ്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കരാർ അടിസ്ഥാനത്തിൽ ഒരു കവനൻ്റ് എന്ന നിലയ്ക്ക് അവർക്ക് വിട്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ പതിവുണ്ട്. അങ്ങനെ പല ചർച്ചുകളും വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ ചർച്ചുകളൊക്കെ തന്നെ ആ മോസ്കുകളൊക്കെ തന്നെ വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് ചർച്ചുകളാക്കി മാറ്റാനുള്ളതായ ഒരു ശ്രമം ഇന്ന് UK-യിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അത് സെൻറ്റ് ജോൺസ് ചർച്ചാണ്. ഹാൻബിയിലെ സെൻറ്റ് ജോർജ് ചർച്ച് ഇൻ ഹാൻബി, സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റ്. ആ ചർച്ചിനെയാണ് ഇസ്ലാമിക് വേർഷിപ്പ് സെൻ്ററായിട്ട് മാറ്റാൻ വേണ്ടി അവരാവശ്യപ്പെട്ടതും അതിനനുസരിച്ച് ഒരു പെർമിഷൻ കൊടുക്കാനുള്ളതായ ഒരു തീരുമാനത്തിന് വേണ്ടി ആലോചിക്കുകയും ചെയ്തപ്പോൾ 28 ഒബ്ജക്ഷനോട് കൂടിയിട്ടാണ് 34 പേർ ഇതിനു വേണ്ടി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. എന്ന് പറഞ്ഞാൽ The church commissioners is aware that planning permission has been granted for changes to St. John's Hanley. We support from churches being used for community purposes, but a restrictive covenant prohibits the use of the building as a place of worship other than as a church, and the commissioners has explained this to the owner. അപ്പോൾ ഈ ചർച്ച് ബിൽഡിംഗ് മുമ്പ് ചർച്ച ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് കൊടുത്തിട്ടുള്ളതായ ഒരു വിവരമാണിത്. എന്താണത്? ചർച്ച് കമ്മീഷണർ is aware that planning permission has been granted for changes to St. John's Hanley. അപ്പോൾ സെൻറ്റ് ജോൺസ് ഹാനിയുടെ ആ ചർച്ച് എന്നുള്ള ആ സ്ഥാപനത്തെ മാറ്റി മുസ്ലിം പള്ളിയായി മാറ്റാനുള്ളതായ ആ പെർമിഷൻ അതിനെക്കുറിച്ചുള്ളതായ ഒരു ഭാഗമാണ് ഇവിടെ ഞാൻ വായിക്കുന്നത്. We support former churches being used for community purposes, but a restrictive covenant prohibits the use of the building as a place of worship other than as a church. അപ്പോൾ ഒരു ചർച്ച്, നിലവിലുള്ളതായ ഇത്തരം ചർച്ചുകളൊക്കെ തന്നെ വേറൊരു കമ്മ്യൂണിറ്റിക്ക് ആരാധനയ്ക്ക് വിട്ടുകൊടുക്കുന്നതിൽ അവരുടെ ഒബ്ജക്ഷൻ
ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതായത് പ്രോഹിബിറ്റ്സ്, അവരതിനെ നിരോധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൽ കാണിച്ചിട്ടുമുണ്ട്. യെസ്, ചർച്ച് കമ്മീഷണേഴ്സ് ഈസ് aware that planning permission has been granted for changes to St. John's, Hanley. We support former churches being used for community purposes, but a restrictive covenant prohibits the use of the building as a place of worship other than as a church. അതായത് മുൻപ് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനത്തെ ഇപ്പോൾ മാറ്റി വേറൊരു മതത്തിന് അതിൻ്റെ ആരാധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതിൽ അവർ ഒബ്ജക്ഷൻ പുറപ്പെടുവിച്ചു. അതാണ് ഈ കാണുന്നത്. ആൻഡ് ദ കമ്മീഷണേഴ്സ് ഹാസ് എക്സ്പ്ലെയിൻ ദീസ് ടു ദി ഓണർ. അങ്ങനെ അതിന് ഓണറിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെലഗ്രാഫിൽ മറ്റൊരു ന്യൂസ് വന്നത്, ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വിൽ കൺസിഡർ bringing legal action against the charity if it ignores the covenant and goes ahead with the mosque conversion. അപ്പോൾ ഈ പറഞ്ഞായ ഈ ചാരിറ്റി, അതായത് മുസ്ലിം ചാരിറ്റിയുടെ ഈ മോസ്കാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിൻ്റെ നിലവിലുള്ളതായ ഈ അവസ്ഥയിൽ നിന്നും അതിനെ മാറ്റിയിട്ടില്ലെങ്കിൽ അതിനെതിരെ നീങ്ങുന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വിൽ കൺസിഡർ ബ്രിങ്ങിങ് ലീഗൽ ആക്ഷൻ. അപ്പോൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അതിനെതിരെ ഒരു ആക്ഷൻ മൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്നെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ നമുക്ക് പ്രേരിപ്പിച്ചത്, ഇവിടെ ഈ ലോകത്തിൽ നമുക്ക് അറിയാവുന്ന പല ചർച്ചുകളും മോസ്കാക്കി മാറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആസ് there have been several instances throughout history where Christian places of worship have been converted into mosque. അതായത് ചരിത്രത്തിൽ അനേകം ചർച്ചുകൾ, ക്രിസ്തീയ ദേവാലയങ്ങൾ മോസ്കാക്കി മാറ്റിയിട്ടുള്ളതായി നമുക്കറിയാം. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കാണാം, സ്പെയിനിലാണ് ധാരാളമായി അവിടെ നടന്നിട്ടുള്ളത്. ദ ഗ്രേറ്റ് മോസ്ക് ഓഫ് കോർഡോബ വാസ് ബിൽറ്റ് ഇൻ ദി 8th century on the site of a Visigothic church. Similarly, the Mezquita de Tarragona in Tarragona, Spain was also built on the site of a Visigotho church. അപ്പോൾ വിസിഗോത്ത് ചർച്ച് എന്ന് പറയുന്ന ഈ പള്ളിയാണ് മോസ്കായി അവിടെ 8ാം നൂറ്റാണ്ടിൽ മാറ്റപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാം സ്പെയിനിൽ. ഇനി ടർക്കിലേക്ക് കടന്നാൽ നമുക്കെല്ലാം അറിയുന്നതായ സുപ്രസിദ്ധമായ ദ ഹാഗിയ സോഫിയ in Istanbul, which was once the largest cathedral in the world, was converted into a mosque in 1453 after the Ottoman Empire conquered Constantinople. It remained a mosque until 1935, when it was converted into museum, and now it was again converted into mosque. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. In Egypt, the mosque of Muhammad Ali Pasha in Cairo was built in the 19th century on the site of a Coptic church. അതായത് 19ാം നൂറ്റാണ്ടിൽ, ഈ അടുത്ത കാലത്താണ് നടത്തം, 19ാം നൂറ്റാണ്ടിൽ അവിടെ കോപ്റ്റിക് ചർച്ച് എന്ന് പറഞ്ഞ സ്ഥാപനം നിലനിന്ന സ്ഥലത്താണ് ഇന്നിപ്പോൾ മുഹമ്മദ് അലി പാഷ എന്ന് പറയുന്നതായ കൈറയിലെ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. സിമിലർലി ദ മോസ്ക് ഓഫ് അലി ഹക്കീം ഇൻ കെയ്റോ, അതുപോലെ കെയ്റോയിൽ തന്നെ മറ്റൊരു മോസ്ക് അലി ഹക്കീം വാസ് ബിൽറ്റ് ഇൻ ദി 10th century ഓൺ ദി സൈറ്റ് ഓഫ് എ ക്രിസ്ത്യൻ ചർച്ച്. അതും അവിടെ ക്രിസ്ത്യൻ ചർച്ച് നിന്നിരുന്ന സ്ഥലത്ത് ആ ചർച്ച് പൊളിച്ചു മാറ്റി അവിടെയാണ് ഈ അലി ഹക്കീം എന്ന് പറയുന്ന മോസ്കും സ്ഥാപിച്ചിട്ടുള്ളത്. ഇൻ സിറിയ, ദ ഉമ്മയ്യദ് മോസ്ക്, സിറിയയിലെ ഉമ്മയ്യദ് മോസ്ക് ഇൻ ഡമാസ്കസ് വാസ് ബിൽറ്റ് ഓൺ ദി സൈറ്റ് ഓഫ് എ ക്രിസ്ത്യൻ ചർച്ച്. അപ്പോൾ ഡമാസ്കസിൽ ഇതേപോലെ തന്നെ ഉമ്മയ്യദ് മോസ്ക് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി മോസ്ക്. അതും ഇതേപോലെ തന്നെ ഒരു ചർച്ച് നിന്നിരുന്ന സ്ഥലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇൻ ഇന്ത്യ, ദ കുവാത്തുൽ ഇസ്ലാം മോസ്ക് ഇൻ ഡൽഹി വാസ് ബിൽറ്റ് ഇൻ ദ 12th century, 12ാമത്തെ നൂറ്റാണ്ടിൽ. ഇങ്ങനെ ഈ കുവാത്തുൽ ഇസ്ലാം മോസ്ക് സ്ഥാപിച്ചത് സൈറ്റ് ഓഫ് എ ഹിന്ദു ടെമ്പിൾ ആൻഡ് എ ക്രിസ്ത്യൻ ചർച്ച്, ക്രിസ്ത്യൻ ചർച്ചും ഹിന്ദു ടെമ്പിളും കൂടി നിൽക്കുന്നതായ ഒരു സ്ഥലത്താണ് സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്.
ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. മെനി ഓഫ് ദീസ് കൺവേർഷൻസ് വെയർ carried out in accordance with Islamic law, which permits the use of existing places of worship for Muslim prayer. അതായത് ഇതിന് കാരണമായി പറയുന്നത് മുസ്ലിങ്ങൾ പറയുന്നത് എന്തറിയോ, ഈ ലോകം, ഈ ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്. ആ ഭൂമിയിൽ അള്ളാഹുവിന് പ്രാർത്ഥനാലയം എവിടെയും സ്ഥാപിക്കാം. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എവിടെയും പ്രാർത്ഥനാലയം സ്ഥാപിക്കാം. അതാണ് അവരുടെ ഖുർആൻ പറയുന്നത്. ഭൂമി അള്ളാഹുവിൻ്റെതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ എവിടെയും പള്ളികൾ സ്ഥാപിക്കാം, അതിന് വിലക്കുകളില്ല. ഇനി മറ്റൊന്ന്, നമുക്ക് ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, ഇന്ന് ക്രിസ്ത്യൻ ചർച്ചുകൾ നിൽക്കുന്ന പല സ്ഥലവും ഒരു കാലത്ത് മുസ്ലിം മോസ്കുകൾ നിന്നിരുന്ന സ്ഥലമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അത് അധികവും സ്പെയിനിലാണ് നടന്നിട്ടുള്ളത്. നമുക്കതൊന്ന് നോക്കാം. ഒന്ന്, മെസ്കിറ്റ ഡി കാലൂസ് ഇൻ ടോളഡോ, സ്പെയിൻ. മെസ്കിറ്റ ഡി ലാലൂസ് ഇൻ ടോളഡോ, സ്പെയിൻ. 10ാം നൂറ്റാണ്ടിൽ അവിടെ ഈ പറഞ്ഞായ പള്ളി നിന്നിരുന്ന സ്ഥലത്ത് ഒരു മോസ്കാണ് ഉണ്ടായിരുന്നത്. 13ാം നൂറ്റാണ്ടിൽ അത് ചർച്ചാക്കി മാറ്റുകയാണ് ചെയ്യപ്പെട്ടിരുന്നത്. സ്പെയിനിലെ പിക്കോസയിലെ സെൻറ്റ് ജോൺസ് ദ ബാപ്റ്റിസ്റ്റ് ഇൻ പിക്കോസ് ഒരു മോസ്കായിരുന്നു. സ്പെയിനിലെ തന്നെ പിക്കോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചർച്ച് ഉണ്ടായിരുന്നു. ചർച്ച് ഇപ്പോൾ നിലവിലുണ്ട്. അത് 10ാം നൂറ്റാണ്ട് മുതൽ ആണ് ചർച്ചായി മാറ്റിയിട്ടുള്ളത്. അതിന് മുമ്പ് അത് മോസ്കായിരുന്നു. ഇനി സ്പെയിനിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ന ചർച്ച് 16ാം നൂറ്റാണ്ട് വരെ അത് മുസ്ലിങ്ങളുടെ മോസ്കായിരുന്നു. 16ാം നൂറ്റാണ്ടിലാണ് അത് ചർച്ചാക്കി മാറ്റിയിട്ടുള്ളത്. സ്പെയിനിലെ തന്നെ മറ്റൊരു സംഭവം, ഇഗ്ലീഷ്യ ഡി സാൻ പെട്രോ ഇൻ ഇസീജ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഗ്ലീഷ്യ ഡി സാൻ പെഡ്രോ എന്ന് പറഞ്ഞ ഒരു ദേവാലയം, അതായത് ഒരു ക്രിസ്ത്യൻ പള്ളി, അത് 10ാം നൂറ്റാണ്ട് വരെ മോസ്കായിരുന്നു. ഇനി മറ്റൊന്ന്, സ്പെയിനിലെ കോർഡോബയിൽ ഉള്ള എർമിസ്റ്റ ഡി സാൻ മിഗ്യൂൽ എന്ന് പറഞ്ഞ ഒരു ചർച്ച്, അത് 13ാം നൂറ്റാണ്ട് വരെ ഒരു മോസ്കായിരുന്നു. സ്പെയിനിലെ തന്നെ മറ്റൊരു പള്ളി, അതായത് മോസ്ക്, ഇതേപോലെ തന്നെ ടൊളഡോയിൽ സ്ഥിതി ചെയ്തിരുന്നതാണ്. അത് ചർച്ച് ഓഫ് ദി സേവ്യർ എന്ന് പറയുന്ന ഒരു ചർച്ചാക്കി 13ാം നൂറ്റാണ്ടിൽ മാറ്റുകയുണ്ടായി. അപ്പോൾ സ്പെയിനിലെ ടൊളഡോയിൽ ഉണ്ടായിരുന്ന ഒരു മോസ്ക് 13ാം നൂറ്റാണ്ടിൽ ചർച്ച് ഓഫ് ദി സേവ്യർ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയമാക്കി മാറ്റി. മറ്റൊന്ന്, സ്പെയിനിലെ ബാസയിലെ കത്തീഡ്രൽ ഓഫ് ദി അസംഷൻ എന്ന് പറയുന്ന ചർച്ച്, അത് 13ാം നൂറ്റാണ്ട് വരെയും ഒരു മോസ്കായിരുന്നു. ആ മോസ്ക് 13ാം നൂറ്റാണ്ട് വരെ അവിടെ നിന്നിരുന്ന ആ സ്ഥലത്താണ് ഇന്നിപ്പോൾ കത്തീഡ്രൽ ഓഫ് ദി അസംഷൻ എന്ന ചർച്ച് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചരിത്രമെടുത്ത് നോക്കിയാൽ അനേകം മോസ്കുകൾ ചർച്ചസാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകം ചർച്ചുകൾ മോസ്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നിലവിൽ ഇതൊക്കെ തന്നെ വളരെ കുറവാണെങ്കിലും UK പൊതുവെ ക്രിസ്ത്യാനികൾ പള്ളി പോകാൻ അലസരാണ്. അവർ പള്ളി പോകുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പ്രാർത്ഥനയും പള്ളിയും ഒന്നും അവർക്ക് വേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവരെന്ത് ചെയ്തു, ഈ പള്ളികൾ പൂട്ടിയിടുന്നതിന് പകരം അത് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉടമ്പടിയിൽ, ഒരു കവനൻ്റ് എന്ന നിലയ്ക്ക്, ഒരു കരാർ അടിസ്ഥാനത്തിൽ അവർക്ക് ആരാധനയ്ക്ക് വിട്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കുന്നതായ ആ പള്ളികളിൽ പെട്ടതായ ഒന്നാണ് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതായ ആ പള്ളി. ഏതാണ് ആ പള്ളി നമ്മൾ പറഞ്ഞത്? സെൻറ്റ് ജോൺസ് ചർച്ച്, ഹാൻബിയിലെ സെൻറ്റ് ജോർജ് ചർച്ച്. അപ്പോൾ ആ ദേവാലയം വീണ്ടും വരെ അതിൻ്റെ കരാർ പുതുക്കി അവർക്ക് വീണ്ടും കൊടുക്കുവാനായിട്ട് ഉള്ളതായ ഒരു സമയം അടുത്തപ്പോൾ ആ കരാറിൽ ഒബ്ജക്ഷൻ അവർ എഴുതി വെച്ചു. ഈ പറയുന്നതായ കമ്മിറ്റി ഒബ്ജക്ഷൻ എഴുതി വെച്ചു. നിലവിലുള്ള ചർച്ചുകൾ ഇനി ഇന്നും പള്ളികൾക്ക് മുസ്ലിം പള്ളികൾക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, മോസ്കുകളാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിലവിലുള്ള എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളും അത് തിരിച്ചു പിടിക്കണം എന്നാണ്
അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു പുതിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു നാന്ദിയാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.